ഗൈസ്, ഇന്ന് നമ്മളൊരു വൈൽഡ് ക്യാമ്പിങ്ങിന് വേണ്ടി പോവാണ്. ഞാനും ജൂഡും കുറേ ദിവസമായിട്ട് ആഗ്രഹിച്ച് പ്ലാൻ ചെയ്തിട്ട് ഇന്ന് അവസാനം ആ ദിവസം എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ലോക്ക് ലമൺ എന്ന് പറയുന്ന ഒരു ഹൈലൻഡ് ഏരിയയിലേക്കാണ് പോകുന്നത്. സ്കോട്ട്ലൻഡിലെ നല്ലൊരു സൈറ്റൊക്കെ ആണെന്നാണ് റിസർച്ചിലൂടെ കണ്ടുപിടിച്ചത്. അവിടെ പോയിട്ട് രാത്രി ഏതെങ്കിലും ഒരു സ്പേസ് കണ്ടുപിടിച്ചിട്ട് ടെൻ്റൊക്കെ ഇട്ട് ഇന്ന് അവിടെ രാത്രി സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ തിരിച്ചു വരാനാണ് പ്ലാൻ. പിന്നെ ബാക്കിയെല്ലാം വെതറിൻ്റെ കയ്യിലാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. വരുന്ന വഴിക്കൂടെ ഗ്ലാസ്ഗോന്ന് എടുത്ത് ബെയിലീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബേക്കറിയാണ്. അവിടെ ഇറങ്ങി മോർണിംഗ് റോൾ വാങ്ങാനായിട്ട് രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല വിശപ്പ്. ഇവിടെ നിന്ന് കഴിച്ചിട്ട് വേണം ഇനി ഞങ്ങൾക്ക് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാം. ജൂഡ് പെട്രോൾ അടിക്കാനായിട്ട് വണ്ടി നിർത്തി. അപ്പം ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് കുറച്ച് എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന്. ഞാനാണെങ്കിൽ പുതിയ ജിമ്പിൽ വർക്കാവുന്ന എങ്ങനെയാണെന്ന് കുറേ സമയം എടുക്കും അത് പഠിക്കാനെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ അത് വെച്ച് ട്രൈ ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ അത് യൂസ് ചെയ്താണ് എടുക്കുന്നത്. അപ്പം എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഇനി ഒരു 40 മിനിറ്റ്സും കൂടെ ഉള്ളൂ ലോക്ക് ലമണിൽ എത്താനായിട്ട്. ലോക്ക് ലമൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ലേക്കാണ് ആക്ച്വലി. അപ്പം നല്ല സീനറിയും ഒരു നേച്ചർ ഫ്രണ്ട്ലി പ്ലേസും ആയിരിക്കും. പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞങ്ങളവിടെ ഒരു ബോട്ട് ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സൈറ്റിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ബോട്ട് ടൂറ്. അത് 2:45 ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം എന്തായാലും ഞങ്ങളിപ്പോൾ ഒരു 40 മിനിറ്റ്സിലെത്തും. എത്തിക്കഴിഞ്ഞിട്ട് അവിടെ കുറച്ചെന്തെങ്കിലുമൊക്കെ കറങ്ങി നോക്കി ഒക്കെ നേച്ചറൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് 2:45 ആകുമ്പം ആ ബോട്ടിൻ്റെ ടൂറിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയയിൽ നമുക്ക് പോകണം. ഒരു ഐഡിയ ഇല്ല ആക്ച്വലി. ഇങ്ങനെ ലൈക്ക് ഒരു ബേസിക് പ്ലാൻ മാത്രം ഇട്ടിട്ടാണ് പോകുന്നത്. ഇന്ന് ടെൻറ്റ് പിച്ച് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഇനി അവിടെ പോയിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഞാൻ റിസർച്ച് നടത്തിയപ്പം ലോക്ക് ലമണിൽ ചില പർട്ടിക്കുലർ പ്ലേസസ് ഒക്കെ റീസെൻ്റ്ലി റെസ്ട്രിക്റ്റഡ് ആണെന്നൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടു ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ. അപ്പോൾ ഇനി അവിടെ പോയിട്ട് ഇനി നമുക്ക് വായുണ്ടല്ലോ, ആൾക്കാരോടൊക്കെ ചോദിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ അവിടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി നടന്നൊരു സ്ഥലം കണ്ടുപിടിക്കണമെന്നാണ് ഐഡിയ. നമ്മൾ കാർ പാർക്കിങ്ങിന്റെ ടിക്കറ്റ് എടുത്തിട്ട് ഇറങ്ങി. ഇവിടെ നമ്മളിപ്പോൾ ലെസ് എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ്. ലോക്ക് ലമണിൻ്റെ അടുത്ത് കുറച്ച് വില്ലേജസ് ഉണ്ട്. അപ്പം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജാണ് ലെസ്. അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് സ്ഥലത്തൊക്കെ പോകുന്ന പോലെ പോകുമ്പോൾ ഉള്ളൊരു ഫീലില്ലേ, ആ സെയിം ഫീലാണ്. ഇവിടെ ഫുൾ ആൾക്കാരും കുറേ ടൂറിസ്റ്റ് വണ്ടികളും ബസ്സും വാനും കാറും ഒക്കെ ആയിട്ട് മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്ന വേറൊന്നുമല്ല. ആക്ച്വലി ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടാണ് പോകുന്നത് എന്താന്ന്. ഇങ്ങനെ അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് സ്ഥലമൊക്കെ തപ്പി കണ്ടുപിടിച്ച് വേണം പോകാൻ. എന്തായാലും ഇപ്പോൾ ഈ വില്ലേജൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വാ നമുക്ക് പോവാം. ഇവിടെ ലസ്സിൻ്റെ മാപ്പ് വെച്ചിട്ടുണ്ട്. നമുക്കിത് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ലസ്പയർ എന്ന് പറഞ്ഞേക്കുന്ന ഇവിടെയാണ് നമ്മൾ ക്രൂസ്, നമ്മളൊരു ബോട്ട് ടൂറ് ബുക്ക് ചെയ്തിട്ടുണ്ട് 2:45. അപ്പോൾ അവിടെ നമ്മൾ ഈ ടൈമിൽ അവിടെ എത്തേണ്ടത് ഈ സ്ഥലത്ത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. നല്ലൊരു സൂപ്പർ ക്യൂട്ട് വില്ലേജ്. ഒന്ന് ചുറ്റും ഒന്ന് കാണിച്ചേ. വീടുകളൊക്കെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഫോളോ മീ. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ എന്തോ? മൈക്ക് ഓണാണോ? ഏയ് മറ്റേ സാധനം ഇവിടെ നമ്മൾ മറ്റേ കടയിൽ കാണുന്ന എന്നൊക്കെ. ഞങ്ങളിവിടെ ജിമ്പലുമായിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ്. അപ്പം നിങ്ങൾ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കോമഡി കാണുകയാണെങ്കിൽ സഹിക്കണം. എടേ ഭയങ്കര ക്യൂട്ടടേ. ഇതിൻ്റെ ഒരു ക്ലോസപ്പ് എടുത്തേ. ഇതാണ് ഈ ലസ് വില്ലേജിലെ പാരിഷ് ചേർച്ചാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ചേർച്ചാണ്.
കുറേ ടൂറിസ്റ്റ് ഗൈഡ്സ് ഒക്കെ ഇവിടെ ഇരുന്ന് എന്തൊക്കെ സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. പള്ളിയുടെ അകത്തോട്ട് കയറിയപ്പോൾ ഇവിടെ സിമട്രിയുടെ വഴി കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഈ കല്ലറയിലൊക്കെ നോക്കിയപ്പം 1887 അതായത് എത്ര വർഷം, 18 എന്നൊക്കെ പറയുമ്പോൾ എത്ര വർഷം മുമ്പുള്ളതാ, അത്രയും വർഷം മുമ്പുള്ള കല്ലറകൾ ഇവിടെയൊക്കെ. $200 അല്ലേ, അറൗണ്ട് 200 years ago. 1798. ഇത് 1798 മരിച്ച ആളുടെ കല്ലറയായത്. ഇതാണ് നമ്മുടെ ലോക്ക് ലെമൺ ലേക്ക്. ഈ ലേക്കിന്റെ ഷോറിൽ ഇവിടെ കുറെ ആൾക്കാരൊക്കെ വന്ന് ഒരു പിക്നിക് സ്പോട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, ലൈക്ക് കയാക്കിങ്ങും കയാക്കിങ്ങും ബോട്ടിങ്ങും പെഡലിങ്ങും അങ്ങനെയൊക്കെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ. നല്ല തണുത്ത വെള്ളം കണ്ടിട്ട് അകത്തോട്ട് ഇറങ്ങാനൊക്കെ ഉള്ള ഒരു ഫീലിംഗ് വരുന്നു. പക്ഷെ തണുപ്പ് തൊടുമ്പോഴത്തേക്ക് വേണ്ട, അടങ്ങിയിരിക്കുക എന്ന് മനസ്സ് വാഴുന്നു. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ക്രൂസ് ടൂർ. 90 മിനിറ്റ്സിൻ്റെ ടൂറാണ് നമ്മൾ ബുക്ക് ചെയ്തത്. സംഭവം എത്തിയിട്ടൊരു 5-10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ അകത്തുള്ള ഗൈഡ് നമുക്ക് പോകുന്ന വഴി കാണുന്ന സീനറി, ഏതൊക്കെ പ്ലേസ് ആണ്, ഏതൊക്കെ ഐലൻഡ്സ് ആണ്, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ ടൂർ കൊണ്ടുപോകുന്നത്. ഈ 90 മിനിറ്റ്സ് ടൂറിൽ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടേക്കോ പോയി കറങ്ങിയിട്ട് തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ ഇവർ കൊണ്ട് നമ്മളെ ഇറക്കി വിടും. മുകളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇരിക്കുന്ന സ്ഥലമല്ലാതെ ഇതിൻ്റെ താഴെ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ അവിടെയും ഉണ്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളും കഫേയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കഫേയിൽ ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിശന്നിട്ടും ഞങ്ങൾക്ക് ഫുഡൊന്നും വാങ്ങാൻ പറ്റിയില്ല. മുകളിൽ നല്ല കാറ്റും തണുപ്പും ആയതുകൊണ്ട് താഴെ ഇറങ്ങി വന്നപ്പോൾ ഇവിടുത്തെ സുഖം കാരണം പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് ഇരുന്നു. ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം ചുമ്മാ കാറിലൊന്ന് കറങ്ങി സ്ഥലമൊക്കെ കാണാനായിട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടൊരു അടിപൊളി വീടാണ് കേട്ടോ ഇത്. ഈ വീട് കണ്ടപ്പോൾ തോന്നി ഇതിൻ്റെ അകത്ത് താമസിക്കുന്നവർ എന്ത് ക്രിയേറ്റീവ് ആയിരിക്കണം. ആ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ട്രെയിനൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞ് കുറച്ച് കാറിലൊക്കെ കറങ്ങി സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് രണ്ടുപേർക്ക് നല്ല വിശപ്പായി. അങ്ങനെ ഞങ്ങളിവിടെ ഒരു മെഗ്ഡി കണ്ടുപിടിച്ച് വന്നിരുന്നു. ഫ്രഞ്ച് ഫ്രൈസും മെഗ്ഡി ബർഗറും ഒക്കെ അടിച്ച് കയറ്റുക രണ്ടുപേരും കൂടി. ഞങ്ങളങ്ങനെ മെഗ്ഡിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ലേക്ക് സൈഡിലാണ് വരുന്നതെന്ന് രണ്ടുപേർക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു വരുന്നതിന് മുമ്പ്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചൂടിന് വെള്ളത്തിൽ ഇറങ്ങണമെന്നൊരു മോഹം വന്നു. ഞാൻ പൊതുവെ തണുത്ത വെള്ളമൊക്കെ കണ്ടാൽ തിരിഞ്ഞോടുന്ന വ്യക്തിയാണ്. ഞാൻ നാട്ടിലെ ചൂടത്ത് പോലും ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് തണുത്ത വെള്ളമൊന്നും ഒട്ടും പറ്റത്തില്ല. പിന്നെ ചൂടിന് ഒരു വല്ലാത്ത ആഗ്രഹം വെള്ളത്തിൽ ഇറങ്ങണമെന്ന്. അപ്പൊ എന്തായാലും ഞാൻ ഇറങ്ങുമില്ല എന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ചൂട് എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നാളെ രാവിലെ ഞങ്ങൾ വിചാരിച്ചു ഉറക്കം എണീറ്റ് നേരെ പോയി ലേക്കിൽ ചാടാമെന്ന്. പക്ഷെ ഇത്രയൊക്കെ പ്ലാൻ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ലേക്കിൽ ഇറങ്ങാനുള്ള ഡ്രസ്സ് ഞങ്ങളുടെ കയ്യിലില്ല, അങ്ങനത്തെ കോസ്റ്റ്യൂംസ് ഒന്നും കയ്യിലില്ല. അപ്പം ഞങ്ങള് പെട്ടെന്ന് തന്നെ അടുത്തുള്ള പ്രൈമാർക്ക് ഷോപ്പ് എവിടെയാന്നുള്ളത് തപ്പി കണ്ടുപിടിച്ചു. നോക്കിയപ്പോഴത്തേക്ക് ഒരു 30 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല,
ഡ്രസ്സ് മുഖ്യം ബിഗിലേ, അതുകൊണ്ട് ഞങ്ങൾ നേരെ ഡ്രസ്സ് വാങ്ങാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 30 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് ഷോർട്സ് വാങ്ങാനായിട്ട് പ്രൈമാർക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി തിരിച്ചു വന്നിട്ട് കുറച്ച് വേറെ ട്രൊസാക് നാഷണൽ പാർക്കൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. വരുന്ന സമയവും വെതറും ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം ബാക്കി കാര്യങ്ങൾ. വേറൊരു ട്രാജഡി നടന്നായിരുന്നു ഇതിൻ്റെ ഇടയിൽ. ഞാൻ ഇവിടെ ബോട്ടിങ്ങിന് പോയ സമയത്ത് മൈക്ക്, അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പുതിയ മൈക്കില്ലേ ഹോളി ലാൻഡിന്റെ, ആ പുതിയ മൈക്ക് ഞാൻ ഇങ്ങനെ ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ഇടയിൽ മൈക്കിന്റെ മാഗ്നറ്റ് താഴെ വീണു കയ്യിൽ നിന്ന്. അത് താഴെ ചൂടാണെങ്കിൽ അതിന്റെ തൊട്ട് 1 മിനിറ്റ് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരിക്കുക നോക്കി ചെയ്യണേ, താഴെ വീഴല്ലേ എന്ന്. ഞാനും പരമാവധി നോക്കി തന്നെയാണ് ചെയ്തത്. പക്ഷെ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, സ്ലിപ്പായി താഴെ അങ്ങ് പോയി ആ മാഗ്നറ്റ്. മൊത്തത്തിൽ സ്ലിപ്പായി പോയി. പക്ഷെ ആ മാഗ്നറ്റിന്റെ സാധനം അങ്ങനെ ആ ഹോളിൽ താഴെ പോയി, വെള്ളത്തിൽ പോയി, ലേക്കിൽ പോയി ആ സാധനം. പിന്നെ കുറച്ചു നേരം ജുഡിന്റെ വായിന്നൊന്നും കേൾക്കാതെ ഞാൻ എങ്ങനെയോ പിടിച്ചു നിന്നു. കുറച്ച് മൂകതയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ ബാക്ക് ടു ഫോം ആയി. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നാലും നമ്മളതിനെ ഇത് ചെയ്ത് മുന്നോട്ട് പോയല്ലേ പറ്റൂ. അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ പുതിയ മൈക്കായതുകൊണ്ട് ഒരു തവണ പോലും യൂസ് ചെയ്തില്ല, അതിന്റെ ഒരു വിഷമം മനസ്സിലുണ്ട്. ഞാൻ അതുകൊണ്ട് ഇപ്പൊ പേടിച്ചിട്ട് ആ മൈക്ക് ഞാൻ എടുത്തിട്ട് പോലും ഇല്ല. ഞാൻ അപ്പൊ ബാഗിൽ കയറ്റിയത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴൊന്നും മൈക്ക് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോഴും ഓഡിയോ ക്വാളിറ്റി എന്താണ്, മൈക്ക് വാങ്ങിച്ചിട്ടും ഓഡിയോന് പ്രശ്നമുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംശയം തോന്നുവാണെങ്കിൽ ഇതാണ് റീസൺ. ഞാൻ മൈക്ക് ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഉടനെ ഞാൻ അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതായിരിക്കും. പ്രൈമാർക്കിൽ ഇന്ന് നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ വാങ്ങി ഇറങ്ങിയപ്പോൾ ദേ കളറായിട്ട് സ്വീറ്റ്സ് വെച്ചേക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണോ എന്തോ മനുഷ്യർ കഴിക്കാതെ പോകുന്നത് അല്ലേ? എന്ത് അട്രാക്റ്റീവ് ആണെന്ന് നോക്കിയേ. അവിടുന്ന് ഞങ്ങൾ നേരെ ട്രൊസാക് നാഷണൽ പാർക്കിലേക്ക് വിട്ടു. അവിടെ പോയി ടെൻറ്റ് പിച്ച് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ പോയതാണ്. പക്ഷെ പണി പാളി. അവിടെ പോയപ്പോൾ അതൊന്നും അവിടെ അലൗഡ് അല്ല എന്നാണ് അറിഞ്ഞത്. അവിടെ 1-2 പേരടുത്തൊക്കെ നമ്മൾ അന്വേഷിച്ചു. അവരും അങ്ങനെ തന്നെ പറഞ്ഞ്. വന്ന കാര്യം നടന്നില്ലേലും ഈ പുള്ളിയെ വഴി വെച്ച് കാണാൻ പറ്റി. ക്യാമ്പ് ചെയ്യാൻ ടെന്റ് പിച്ച് ചെയ്യാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ഒരു 1.5 മണിക്കൂറായിട്ട് ഞങ്ങൾ കിടന്ന് ഓടുവാണ്. ഞങ്ങൾ 2-3 സ്ഥലത്തൊക്കെ പോയിട്ട് നടന്നില്ല. ഇവിടെ ഈ നാഷണൽ പാർക്കിന്റെ ഗവൺമെന്റ് കുറച്ച് റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊന്നും ക്യാമ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ സൈറ്റിലൊക്കെ കുറേ ഗൂഗിൾ റിസർച്ചൊക്കെ നടത്തി ലാസ്റ്റ് ഒരു പെർമിറ്റൊക്കെ ബുക്ക് ചെയ്തു. ഒരു 4.5 പൗണ്ടിന് നമുക്ക് പെർമിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും നാഷണൽ പാർക്കിന്റെ പെർമിറ്റ് സൈറ്റിൽ. അങ്ങനെ ഞങ്ങളൊരു ലോക്ലമന്റെ അടുത്തുള്ളൊരു സൈറ്റിൽ തന്നെ പെർമിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇപ്പം ആ പെർമിറ്റ് ഏരിയ, ആ സോണിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ രാത്രി 10 മണിയാണ്. 10 മണിക്കും അത്യാവശ്യം ഞങ്ങൾക്ക് ഇവിടെ ട്രാവലൊക്കെ ചെയ്യാനുള്ള ലൈറ്റ് ഉണ്ട്. പക്ഷെ വീഡിയോയ്ക്ക് പറ്റുന്ന ഒരു അത്രയ്ക്കൊരു ലൈറ്റിംഗ് ഇല്ല. എന്തായാലും ടെന്റ് പിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വീഡിയോ കാണിക്കാമേ. ഞങ്ങൾ ബുക്ക് ചെയ്ത പെർമിറ്റ് സോൺ കണ്ടുപിടിച്ച് വന്നു. അവിടെ ഒരു ചെറിയൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ചാൻ. അപ്പം ഞങ്ങളത് അങ്ങോട്ട് പോവാണ്. കുറേ സാധനങ്ങളൊക്കെ കയ്യിലുണ്ട്. ടെന്റ് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ടെന്റ് പിച്ച് ചെയ്യാൻ പോകുന്നത്. Yes. ഈ വെളിച്ചമൊക്കെ കാണുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത് ഒരു സന്ധ്യ സമയമാണ്. പക്ഷെ അല്ല, ഇത് രാത്രി 10 മണി. ഇപ്പോൾ ഷാർപ്പ് 10 o'clock ആണ്, 10 PM ആണ്. രാവിലെ ഒരു 10 മണി വരെ ഞങ്ങൾക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. 10-11 മണി വരെ പെർമിഷൻ ഉണ്ട്. ഞങ്ങളുടെ അപ്പുറത്തൊരു ടെന്റ് ഇരിപ്പുണ്ട്. ആ 2 പേര് അവിടെ ദൂരെ കാണുന്ന 2 പേര് ഇവിടെ അപ്പുറത്ത് ടെന്റ് ഇട്ട് ക്യാമ്പ് ചെയ്യുന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് നെയ്ബേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. കൂട്ടിക്ക് കൊതുക് തുറന്നേ
ഇവിടെ കിട്ടി. അത് ഇപ്പൊ കേട്ടില്ല, ഒരു second. ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തു. ദേണ്ടി ഞങ്ങളുടെ ടെൻറ്റ്, ക്യാമ്പ് ഫയർ, നേരെ ഫ്രണ്ടിൽ ലേക്ക്. നമുക്കിത് സ്ഥിരമാക്കിയാലോ വെച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മുന്തിനം പാർത്തേനെ പാട്ടതും തോറ്റേനെ സന്നരി കണ്ണാലെ നെഞ്ചവും ഇത്തனை நாளாக உன்னை நான் பாராமல் இங்கு நான் போனேனோ நாட்கள் வீணாக. வானத்தில் நீ வெண்ணிலா, ஏக்கத்தில் நான் தேவதா, எப்போது என்னோடு வந்தால் என்ன, ஊர் பார்க்க ஒன்றாக சென்றால் என்ன. വിശക്കുന്നു. വൈകിട്ട് വാങ്ങിച്ചൊരു ബർഗർ ബാക്കിയുണ്ടായിരുന്നു, കഴിക്കുക. ടെൻറ്റിൻ്റെ ഉള്ളിലെ സ്ഥലമാണ്, രണ്ടുപേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള സ്ഥലമുണ്ട്. ഡുവയും പിലോസും ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഷീറ്റും ഒക്കെ. അതൊക്കെ ഇട്ടപ്പോൾ ഇവിടെ ഫുൾ സെറ്റായി. ഇന്ന് വലിയ തണുപ്പൊന്നും ഇല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇന്ന് ഞാൻ 3ാമത്തെ തവണ വീഡിയോയിൽ വന്നിട്ട് വിശക്കുന്ന ഇവരോട് പറയുന്നത്. ഇവരായിരിക്കും ഒരു ട്രിപ്പ് പോയിട്ട് ഫുൾ ടൈം വിശപ്പാന്ന്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫുൾ ട്രിപ്പിൻ്റെ വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.